ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിന്നൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയൊക്കെയാണ് അപ്പോൾ ഞാനിത് ക്രിസ്മസിന് ഉണ്ടാക്കിയൊരു ബീഫ് കറി ആയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ഇതൊന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അതിലേക്ക് വേണ്ടത്. പിന്നെ ബീഫിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മളതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം ഞാനല്ല കുക്ക് ചെയ്യുന്നത്, എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണിത്. കൈവച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ മീറ്റ് മസാല കൂടി ചേർക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ സ്ഥലങ്ങളിലും ഓരോ വേറെ വേറെ രീതികളാണല്ലോ. ഞങ്ങൾ വെക്കുന്ന രീതി ഇതാണ് അപ്പോൾ ഈ കുക്കറിലേക്ക് നമ്മൾ വെക്കുകയാണ് ഒരു 2-3 വിസിലാണ് കേൾപ്പിച്ചോളൂ. ഇത് പുതിയ കുക്കറായതുകൊണ്ട് വേവ് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ 3 വിസിൽ ആദ്യം കേൾപ്പിച്ച് എന്നിട്ട് പിന്നെ നമ്മൾ ചീനച്ചട്ടിയിൽ കടുക് വറുക്കുമ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലിട്ട് കുറച്ച് നേരം കൂടെ വേവിക്കും. അത് കാരണം ഞങ്ങൾ കുക്കറിൽ 3 വിസിലാണ് അടുപ്പിച്ചോളൂ. പിന്നെ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കുക. എല്ലാ നാടുകളിലും കടുക് വറുക്കുമെന്ന് അറിയില്ല ഞങ്ങൾ കടുക് വറുക്കാറുണ്ട്. അതിൽ വീണ്ടും നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഒക്കെ ഇട്ട് വഴറ്റണം അപ്പോൾ അത് കറുകപ്പട്ടയുടെ 3-4 കഷ്ണം നമ്മളതിൽ ഇടുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റണം. നന്നായി വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് പൊടികൾ ചേർക്കും നമ്മളതിൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്നുണ്ട്. നമ്മൾ ബീഫിലിടയ്ക്ക് ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് വേണ്ടുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല എന്നിവയെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളിതിലേക്ക് സവാള വഴന്നതിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടെ ചേർക്കുകയാണ്. നന്നായി മൂപ്പിക്കണം. നമുക്കത് നന്നായിട്ട് പൊടിയുടെ പച്ചച്ചവ മാറുന്ന വരെ നന്നായി നമ്മളതിലിട്ട് മൂപ്പിക്കണം. നമ്മൾ ഇതിലേക്ക് ബീഫിൻ്റെ കുറച്ച് അതിൽ വരുന്നൊരു ചാറുണ്ടല്ലോ അത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടി വേവിക്കാനായിട്ട് വെക്കാം. അപ്പം അതിലേക്ക് നമ്മളിനി എടുത്തു വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ആഡ് ചെയ്യാണ് മൂടി വെച്ച് വെക്കും. അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.